എല്ലാ മാന്യ പ്രേക്ഷകർക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിലുള്ള സ്നേഹ അഭിവാദനം അർപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ, പണ്ഡിത വരേണ്യനായ പൗലോസിന്റെ ഒരു നിർവചനമാണ് നാം ഇവിടെ കേട്ടത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. സുവിശേഷത്തിന് ഒരു നിർവചനം കൊടുക്കാമെങ്കിൽ വളരെ ഭംഗിയായി പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ യേശുക്രിസ്തുവിന് തുല്യം മറ്റൊരാൾ ഉണ്ടായിട്ടില്ല. എന്താണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത? 3 പ്രത്യേകതകൾ ഈ വേദഭാഗത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തുകയാണ്. 1, യേശുവിന്റെ ജനനം. ദൈവമായിരുന്ന യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്നതിനും സുമാർ 750 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലെ പ്രവാചക പുങ്കവനായിരുന്ന യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. നോക്കണേ, എത്രയോ അതിശയകരമായിരിക്കുന്ന കാര്യമാണ്. യേശു മനുഷ്യാവതാരം ചെയ്യുന്നതിനും 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ ദീർഘദർശിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. എവിടെയാ യേശു ജനിക്കുവാൻ പോകുന്നത്? അതിനുത്തരം പറഞ്ഞിരിക്കുന്നത് മീഖാ പ്രവാചകനാണ്. പഴയ നിയമത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ യഹൂദിലെ ബെത്ലഹേമിൽ യേശു ജനിക്കുമെന്ന് സുവ്യക്തമായി പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം എല്ലാം ആദരിക്കുന്ന ഒത്തിരി മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാരും ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്നോ ഇന്ന വ്യക്തിയിലൂടെ ജനിക്കുമെന്നോ ഒരു വ്യക്തി പോലും പ്രവചിച്ചിട്ടില്ല. പക്ഷേ ലോക ചരിത്രത്തിലെ അതികായനായിരിക്കുന്ന യേശുക്രിസ്തു എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും ആധികാരികമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവിന്റെ മരണം എന്ന് പറയുന്നത് അതും നിസ്തുല്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. നാം എല്ലാം ജീവിക്കുവാൻ വേണ്ടി ഇവിടെ ജനനമെടുത്തപ്പോൾ യേശുക്രിസ്തു വന്നത് മരിക്കുവാൻ വേണ്ടി തന്നെയാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ യെരുസലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് അവർ എന്നെ പിടിക്കും, അവരെന്നെ കൊല്ലും, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അനേകർക്കു വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനത്രേ വന്നിരിക്കുന്നത്. യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമന ഉദ്ദേശം തന്നെ മരിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. നമുക്കറിയാം, ഒരു രാജ്യത്തിന് വേണ്ടി മരിച്ച വ്യക്തികളുണ്ട്, ഒരു ജനതയ്ക്ക് വേണ്ടി മരിച്ച വ്യക്തികളുണ്ട്, ഒരു സമൂഹത്തിന് വേണ്ടി മരിച്ച വ്യക്തികളുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ മരണം അത് മുഴു ലോകത്തിന് വേണ്ടിയായിരുന്നു. യോർദാൻ നദിയിലെ കുഞ്ഞോളങ്ങളെ തഴുകി കടന്നുവരുന്ന യേശുവിനെ നോക്കി സ്നാപക യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾ ചുമന്നൊഴിക്കുവാൻ വേണ്ടി കുരുളറുക്കപ്പെട്ട കുഞ്ഞാടാണ്. യേശുക്രിസ്തു മരിച്ചവനെങ്കിലും 3-ാം ദിവസം മരണത്തെ
ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് എന്നുള്ള വസ്തുത തിമോത്തിയോസിന് എഴുതിയ കത്തിൽ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. ലോക ചരിത്രത്തിൽ എല്ലാ മഹാന്മാർക്കും ജയന്തിയുണ്ട്, എല്ലാ മഹാന്മാർക്കും സമാധിയുണ്ട്. എങ്കിൽ ഈസ്റ്റർ ആഘോഷിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ മാത്രമാണ്. യേശുക്രിസ്തു മരിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ ആ നിലയിൽ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ആളുകൾ, പടയാളികൾ പീലാത്തോസിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, യജമാനനെ, ആ ചതിയൻ ജീവനോടിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്. നോക്കണേ, ജീവിച്ചിരുന്ന യേശുവിനേക്കാൾ പടയാളികൾക്ക് പേടി മരിച്ച യേശുവിനെയാണ്. ലോക ചരിത്രത്തിൽ മാന്യ പ്രേക്ഷകരെ, നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? മരിച്ചവന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുക. അത് യേശുക്രിസ്തുവിന്റെ സംഭവത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ജീവിച്ച യേശുവിനേക്കാൾ പേടി മരിച്ച യേശുവിനെയാണ്. റോമാക്കാരുടെ ആക്കം കൊണ്ട പടയാളികൾ കണ്ണിൽ എണ്ണയൊഴിച്ചു എന്നതുപോലെ നിതാന്ത ജാഗ്രതയോടുകൂടെ യേശുവിന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുകയാണ്. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ സുന്ദരമായ സുപ്രഭാതത്തിൽ കാലകതിരവൻ കിഴക്കൻ ചക്രവാളത്തിൽ ചായം ചമയ്ക്കുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തിരുന്നതുപോലെ ഉത്തുംഗ പ്രതാപവാനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷം. AD 55 ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഈ സുവിശേഷം കൊണ്ട് നമുക്ക് എന്താണ് സാധ്യമാകുന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാകുന്ന ഈ സുവിശേഷത്താൽ എന്താണ് നമുക്ക് സാധ്യമാകുന്നത്? 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കൊരിന്ത്യരോട് പൗലോസ് അതിനുള്ള ഉത്തരം രേഖപ്പെടുത്തുകയാണ്. നിങ്ങളെ രക്ഷിച്ചതായ സുവിശേഷം. സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് സുവിശേഷം രക്ഷിക്കും എന്നുള്ളതാണ്. ആരെ രക്ഷിക്കും? പാപികളായിരിക്കുന്ന സകല മനുഷ്യരെയും. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ മുൻപാകെ പാപികളാണ്. പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, കുചേലനാകട്ടെ, കുബേരനാകട്ടെ, അടിമയോ ഉടമയോ ആകട്ടെ, സകല മനുഷ്യരും പാപികളാണ്. യേശുക്രിസ്തുവാകുന്ന സത്യസുവിശേഷം അഖിലരെയും രക്ഷിക്കും. വിശ്വാസത്താൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? യേശുവേ, ഞാനൊരു പാപിയാണ്. സാക്ഷാൽ സുവിശേഷമാകുന്ന അങ്ങ് 2000 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ എന്റെ സ്വന്തം രക്ഷിതാവായി, സ്വന്തം കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് താങ്കൾ ഒരു വേള യേശുവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ ബൈബിൾ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം കഴിവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സാക്ഷാൽ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ, ദൈവമക്കളായി തീരുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, നീതീകരണം പ്രാപിക്കുവാൻ മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.